ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങൾ എങ്ങനെയാണ് ഓംലെറ്റ് ഉണ്ടാക്കുന്നത്? ഇതേ രീതിയിലാണ് എങ്കിൽ ഈ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ ഒരു ഓംലെറ്റ് സാധാ ഓംലെറ്റിനേക്കാളും രുചി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരു സവാള എടുക്കുന്നുണ്ട്, അത് ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിതിലേക്ക് എരിവിന് ആവശ്യമായ പച്ചമുളക് ചേർക്കുന്നില്ല. പച്ചമുളക് ആവശ്യമുള്ളവർക്ക് ചേർക്കാവുന്നതാണ്. സവാള ചെറുതായിട്ട് കട്ട് ചെയ്തു. ഇനി ഒരു വേറെ പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് കോഴിമുട്ടയാണ്. ഞാനിവിടെ 3 കോഴിമുട്ടയാണ് എടുത്തത്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അല്പം മല്ലിയില ചെറുതായി അരിഞ്ഞത് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെക്കണം. അതിനുശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചൂടായതിനു ശേഷം നമ്മൾ ആദ്യം അരിഞ്ഞു വെച്ച സവാള അതിലേക്ക് ഇട്ട് കൊടുക്കുക. അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾ ആദ്യം അരിഞ്ഞു വെച്ച സവാള ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളിയുടെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയോ അല്ലെങ്കിൽ ചിക്കൻ മസാലയോ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കാവുന്നതാണ്. എരിവുള്ള മുളക് പൊടി ആയാലും കുഴപ്പമില്ല. കൂടുതലായിട്ട് മസാലകളൊന്നും ചേർക്കുന്നില്ല. ഇനി ഇത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഓംലെറ്റ് പൊരിച്ചെടുക്കണം. ഇതേ പാത്രത്തിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ചൂടായി വരുമ്പോൾ നമ്മൾ ആദ്യം അടിച്ചു വെച്ച കോഴിമുട്ട ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു വിഭവം കൂടിയാണ് ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. നമ്മുടെ ഓംലെറ്റ് ഏകദേശം പകുതി വേവായിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം വേവിച്ച് വെച്ച സവാള ഇതിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് പരത്തി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഓംലെറ്റ് മറിച്ചിട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. സ്കൂളിലേക്കൊക്കെ കൊടുത്തയക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റായിട്ടുള്ള ഒരു ഓംലെറ്റിൻ്റെ റെസിപ്പിയാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത്.